ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? കപ്പളങ്ങായം കൊണ്ടൊരു കട്ട്ലേറ്റ്, അതായത് ഓമയ്ക്ക. ഓരോ സ്ഥലങ്ങളും ഓരോ പേരല്ലേ പറയുന്നത്, അതിന് പല പേരുണ്ടല്ലോ പറയാൻ. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ കപ്പളങ്ങ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഓർത്തെന്ന ഇന്ന് 4 മണിക്കത്തേക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ചെറിയൊരു കപ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങളാണത്: 3 സവോള, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ശകലം ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കാരണം കപ്പളങ്ങ അല്ല, ഗ്യാസ് കയറാതിരിക്കാൻ. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടി. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഗ്യാസ് കത്തിച്ച് സവാള വഴറ്റാം. നമ്മുടെ ചട്ടി ചൂടായി. അതിനാവശ്യമായിട്ട് സവാള വഴറ്റാനായിട്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. സവോള ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് സ്വല്പം ഉപ്പ് ഇടുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്ത മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വീട്ടമ്മമാർക്കൊക്കെ അറിയാം, എന്നാലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ അപ്പോൾ അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ. നമുക്ക് നോക്കാം. അതിന് അടുത്തായിട്ട് ഇഞ്ചി ഇടുവാണ്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പം നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വഴന്നു. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പില ഇടുകയാണ്. എല്ലാത്തിൻ്റെ സാരം ഒന്ന് തന്നെ, എല്ലാ കട്ട്ലേറ്റിൻ്റെ സാരം ഒന്ന് തന്നെ. പിന്നെ അതിൻ്റെ മെയിൻ സാധനങ്ങൾ മാറുന്നത് മാത്രം. ഇറച്ചിയോ ചിക്കനോ കപ്പളങ്ങയോ എന്തോ വേണ്ടേലും ഉണ്ടാക്കാം. അതുകൊണ്ടല്ലോ ഇനി ഇതിനകത്ത് പൊടികൾ ഇടുകയാണ് കേട്ടോ. ചിക്കൻ മസാല 1 സ്പൂണ്, അര സ്പൂണ് കുരുമുളക് പൊടി. പച്ചമുളക് ഇട്ടത് കൊണ്ട് ഒത്തിരി എരിവ് വേണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ പാടല്ലേ. കാശ്മീരി ചില്ലി 1/2 സ്പൂൺ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ല കപ്പളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓമ. അപ്പോൾ അതെല്ലാം നമ്മൾ പഴുത്ത് കാക്കയൊക്കെ തിന്ന് പോകുമല്ലേ. അങ്ങനെ കളയുന്നതിന് പകരം ഇങ്ങനെ
ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടി നോക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ഈ ചായക്കടയിൽ തന്നെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ ഇടുക, പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. സവോള വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പിട്ടതായിരുന്നു, എന്നാലിപ്പോൾ ഈ കപ്പളങ്ങയ്ക്ക് ഇച്ചിരി ഉപ്പൂട് വേണമല്ലോ, അതുകൊണ്ട് സ്വല്പം ഉപ്പൂട് ഇടുവാണ്. ഈ കപ്പളങ്ങ ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല, ഒത്തിരി വേകേണ്ട ആവശ്യമില്ലല്ലോ. ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കിഴങ്ങ് പുഴുങ്ങിയതും കൂടിട്ട് എടുക്കാൻ പോവുക. കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്, അതിടുക. അതുകൂടി ഇട്ട് ഇളക്കുക. ഒരേ വീട്ടിലൊക്കെ എന്തോ കപ്പളങ്ങ വെറുതെ കിടക്കുന്ന കാണാം. പുഴിഞ്ഞ് കാപ്പിയൊക്കെ കെട്ടുന്ന വെറുതെ പോകുന്നു. ഏറ്റവും ഗുണമുള്ള സാധനമാണ് കപ്പളങ്ങ. പപ്പായ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും ഗുണമുള്ള സാധനം. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുത്തുള്ളൂ. കപ്പളങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്താൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ കപ്പളങ്ങ കട്ട്ലേറ്റ് എല്ലാം താത്ത് വെച്ച് ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. കപ്പളങ്ങ ഷേപ്പാക്കി വെച്ചിരിക്കുന്നത് ആദ്യം മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് പൊടിച്ചതിനകത്ത് മുക്കുവാണ്. അത് രണ്ടും കൂടെ ഇത് വർക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കപ്പളങ്ങ ആയതുകൊണ്ട് അത്ര ബലം കിട്ടത്തില്ല. ഇതെല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. നമ്മുടെ കട്ട്ലേറ്റൊക്കെ എല്ലാം റെഡിയാക്കി ഇനി ഇത് എണ്ണയിലിട്ട് എടുക്കാൻ പോവാണ്. ഷേപ്പെല്ലാം അവരവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. കണ്ടോ, റൗണ്ടോ ഓവലോ അതൊക്കെ അവരവർക്ക് ഇഷ്ടം. എല്ലാവരും കണ്ട നമ്മുടെ കപ്പളങ്ങ കട്ട്ലേറ്റ് റെഡിയായി. ഹായ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, മറക്കല്ലേ. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളെപ്പോഴും ഈ തോരൻ വെച്ചും പഴുപ്പിച്ചുമൊക്കെ അല്ലേ തിന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.